ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാനുള്ള ഇഡിയുടെ തീരുമാനത്തെ ഭാരതീയ ജനതാ പാർട്ടി കേരള ഘടകം സ്വാഗതം ചെയ്യുകയാണ്. അന്വേഷണ സാധ്യത നേരത്തെ തന്നെ ഇഡി മുമ്പോട്ട് വച്ചിട്ടുള്ളതായിരുന്നു. പക്ഷേ ഇഡി അന്വേഷണം ആവശ്യമില്ല എന്ന നിലപാടാണ് ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും സ്വീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല, സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഒരു കാരണവശാലും ഇഡി അന്വേഷണം ഉണ്ടാവരുത് എന്ന ആഗ്രഹത്തോടുകൂടി വലിയ വാശിയിലാണ് അന്വേഷണം വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചത്. കോടതിയിൽ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും വാദിച്ചതും ഇഡി അന്വേഷണം ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും വാദമുഖങ്ങളെ തള്ളിക്കൊണ്ടാണ് ഇഡി അന്വേഷണമാവാമെന്ന് കോടതി അഭിപ്രായപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ശബരിമല കൊള്ളയുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരാൻ ഇഡി അന്വേഷണം കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് BJP വിശ്വസിക്കുന്നത്. മാത്രമല്ല, ഈ കാര്യത്തിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യമുണ്ട് എന്ന രീതിയിലേക്കാണ് ഓരോ ദിവസത്തെയും വാർത്തകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഹൈക്കോടതി നിരീക്ഷണത്തിലെ SIT അന്വേഷണം ഫലത്തിൽ അത് അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. പത്മകുമാറിൻ്റെ അറസ്റ്റിന് ശേഷം ആ അന്വേഷണം ഒരു ഇഞ്ച് പോലും മുമ്പോട്ട് പോകുന്നില്ല. ഇന്നിപ്പോൾ കോടതിയിൽ അന്വേഷണ പുരോഗതി വിലയിരുത്തിയപ്പോൾ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ ഇന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. അത്യപൂർവമായൊരു ഗൂഢാലോചനയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് കോടതി ഇന്ന് നിരീക്ഷിച്ചിട്ടുള്ളത്. പക്ഷേ SITയുടെ അന്വേഷണ പരിധിയിൽ ഇപ്പോഴും ഗൂഢാലോചന വന്നിട്ടില്ല. പത്മകുമാറിൻ്റെ അറസ്റ്റോടുകൂടി കേസ് അന്വേഷണം തൽക്കാലത്തേക്ക് മരവിപ്പിക്കണമെന്നുള്ള സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെ നിർദ്ദേശമാണ് ഇപ്പോൾ കേസ് അന്വേഷണം ഇഴഞ്ഞു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം. അന്വേഷണം പത്മകുമാർ ഒതുക്കി തീർക്കണം എന്നാണ് SITക്ക് ആഭ്യന്തര വകുപ്പ് നൽകിയിട്ടുള്ള നിർദ്ദേശം. അതിന് മേലോട്ട് അന്വേഷണം പോയാൽ ഗവൺമെൻറ്റിനും CPMനും വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഉന്നതരായിട്ടുള്ള CPM നേതൃത്വവും സംസ്ഥാന ഗവൺമെൻറ്റിലെ പ്രമുഖരായിട്ടുള്ള ആളുകളും അവരെല്ലാവരും ഇതിൽ പങ്കാളിത്തമുണ്ട് എന്ന് ബോധ്യപ്പെടുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിനടക്കം ഈ കാര്യത്തിലുള്ള പങ്കാളിത്തം പുറത്തു വരുമെന്നുള്ളത് കൊണ്ടാണ് പത്മകുമാറോടുകൂടി ഈ വിഷയം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പത്മകുമാറിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുമ്പോട്ട് പോകാത്തത്? ആദ്യഘട്ടത്തിൽ SIT കാണിച്ച താല്പര്യവും വേഗതയും എന്തുകൊണ്ടാണ് പത്മകുമാറിൻ്റെ അറസ്റ്റോടുകൂടി നിന്നുപോയിട്ടുള്ളത്? N. വാസുവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതെങ്കിൽ പത്മകുമാറിൻ്റെ മൊഴി എന്താണ് SIT മുഖവിലക്കെടുക്കാത്തത്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തുന്നത് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് എന്ന് പത്മകുമാർ മൊഴി കൊടുത്തു എന്നാണല്ലോ SIT പറയുന്നത്. അങ്ങനെയാണെങ്കിൽ N. വാസുവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാമെങ്കിൽ പത്മകുമാറിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യണ്ടേ? അന്വേഷണം കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തണ്ടേ? എന്തുകൊണ്ടാണ് അവിടെ എത്തുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടതുപോലെ SIT അന്വേഷണം തൽക്കാലം അവസാനിപ്പിച്ചത്? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് SITയുടെ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ SIT ഉള്ളത്. കോടതിയുടെ നിരീക്ഷണവും കോടതിയുടെ മേൽനോട്ടവും എല്ലാം ഉണ്ടെങ്കിലും SITയിലുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ ആഭ്യന്തര വകുപ്പിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് SITയെ താൽക്കാലികമായി ആ അന്വേഷണത്തെ മരവിപ്പിക്കാൻ വേണ്ടി ശ്രമമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ അന്തർദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലുമുള്ള ഗൂഢാലോചനയുടെ വിശദാംശങ്ങൾ പുറത്തു വരണമെന്നുള്ളത് കൊണ്ട് ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നുള്ള നിലപാട് ആദ്യം മുതലേ BJP സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാട് സാധൂകരിക്കുന്ന രീതിയിലാണ് നമ്മുടെ അന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ എല്ലാവർക്കും ബോധ്യമാവുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ SITയുടെ അന്വേഷണത്തെ സംബന്ധിച്ച് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് നടത്തുന്ന കള്ളക്കളികൾ പൊളിച്ചെത്തു കൊണ്ടുവരണം.
SAT-യിൽ ആരാണ് സമ്മർദ്ദം ചെലുത്തുന്നതെന്ന് അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയെ, അതിൻ്റെ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള ഈ പരിശ്രമത്തെ അത് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നുള്ള ആവശ്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഉറച്ചു നിൽക്കുകയാണ്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് എല്ലാ മാർഗങ്ങളും ഞങ്ങൾ തേടും. രാഷ്ട്രീയമായിട്ടുള്ള മാർഗങ്ങളും നിയമപരമായിട്ടുള്ള മാർഗങ്ങളുമെല്ലാം ഇതിനു വേണ്ടി തേടണമെന്നാണ് ഇപ്പോൾ BJP ആഗ്രഹിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ അതിനുള്ള പരിശ്രമം ഞങ്ങൾ നടത്തും. മറ്റൊന്ന്, തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ മുസ്ലിം സാമുദായിക രാഷ്ട്രീയത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന് UDF-ഉം LDF-ഉം ശ്രമിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം UDF-ന് അനുകൂലമാണ് എന്നൊരു നെറേറ്റീവ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും UDF-ൻ്റെ നേതാക്കന്മാരും മുമ്പോട്ട് വെക്കുന്നുണ്ട്. സാങ്കേതികമായി അത് ശരിയുമാണ്. പക്ഷേ കേരളത്തിൽ UDF-ൻ്റെ രാഷ്ട്രീയം എന്നുള്ളത് മുസ്ലിം സാമുദായിക രാഷ്ട്രീയമായിട്ട് മാറുകയാണ്. ഫലത്തിൽ ജയിച്ചത് കോൺഗ്രസ് ആണോ, ലീഗിനെ മുൻനിർത്തിക്കൊണ്ടുള്ള മുസ്ലിം കോർഡിനേഷനാണോ കേരളത്തിൽ ജയിച്ചിട്ടുള്ളത്? തെരഞ്ഞെടുപ്പ് ഫലം വിശദമായി വിലയിരുത്തുമ്പോൾ അതിൽ നിഴലിക്കുന്ന ഒരു അപകടകരമായിട്ടുള്ള സാഹചര്യം UDF രാഷ്ട്രീയത്തെ പരിപൂർണമായി ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മുസ്ലിം സാമുദായിക സംഘടനകൾ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ലീഗിനെ മുൻനിർത്തിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെയുള്ള മതമൗലികവാദ സംഘടനകളും UDF-നെ പരിപൂർണമായി ഇന്ന് ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് കേരളത്തിൽ 100-200ഓളം കേന്ദ്രങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപൂർണമായിട്ടുള്ള പിന്തുണയോടുകൂടി ജയിച്ചു വന്നിട്ടുള്ള സ്ഥാനാർത്ഥികളുണ്ട്. ആ സ്ഥാനാർത്ഥികൾക്കൊന്നും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പശ്ചാത്തലമൊന്നുമില്ല. അതെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുടെ നോമിനികളാണ്. ചില ആളുകളൊക്കെ ലീഗ് ലേബൽ മത്സരിച്ചിട്ടുണ്ടാവാം. പക്ഷെ വളരെ ബോധപൂർവം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തേക്ക് ജമാഅത്തെ ഇസ്ലാമിയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ വിലപേശ ശക്തിയായി ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്താനും അതിന് രാഷ്ട്രീയ ഗുണം മുസ്ലിം ലീഗ് ഉപയോഗപ്പെടുത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ലീഗിനെ മുൻനിർത്തിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള മുസ്ലിം മതമൗലികവാദ സാമുദായിക രാഷ്ട്രീയത്തിനുള്ള ഒരു തുടക്കമായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് UDF-നെ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ, മതമൗലികവാദ സംഘടനകൾ ഹൈജാക്ക് ചെയ്തു എന്ന് ഞങ്ങൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. മലബാറിൽ പല സ്ഥലത്തും ഇന്ന് കോൺഗ്രസ് ഇല്ല. കോൺഗ്രസിനെ പരിപൂർണമായിട്ടും ലീഗും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ നമുക്ക് വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ അപകടത്തെക്കുറിച്ച് കോൺഗ്രസിൻ്റെ ആളുകളെങ്കിലും ബോധവാന്മാരാകേണ്ടതാണ്. UDF-ലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണോ, ലീഗാണോ? ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള സഖ്യത്തിന് മുൻകൈയെടുത്ത ലീഗാണല്ലോ. ഞാൻ മനസ്സിലാക്കുന്ന കോൺഗ്രസിലെ വലിയൊരു വിഭാഗത്തിൻ്റെ എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് ലീഗ് മുൻകൈയെടുത്തുകൊണ്ട് UDF-ഉം ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ചർച്ച നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും UDF-ൽ തീരുമാനമെടുക്കുന്നത് കോൺഗ്രസ് ആണോ, ലീഗാണോ? UDF-ലെ ഒന്നാമത്തെ പാർട്ടി കോൺഗ്രസ് ആണോ, ലീഗാണോ? ഈ തെരഞ്ഞെടുപ്പ് ഈ കാര്യത്തിൽ ഒരു വിഷയത്തിൽ അടിവരയിടുന്നുണ്ട്. ഇപ്പോഴും UDF-ന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കോൺഗ്രസ് അല്ല, KPCC രാഷ്ട്രീയ കാര്യസമിതിയല്ല. UDF-ന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗിന് ഉന്നതാധികാര സമിതിയും പാണക്കാടുമാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലെ ജനങ്ങൾക്ക് ഒന്നുകൂടി ബോധ്യമാവുകയാണ്. ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ ഉളവാക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിനെ ബാലൻസ് ചെയ്യാനാണ് LDF പരിശ്രമിക്കുന്നത്. നിങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലം വിശദമായി വിലയിരുത്തുമ്പോൾ കാര്യം ബോധ്യപ്പെടും. LDF ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിൻ്റെ കൂടെ പോയപ്പോൾ, UDF-ന്റെ കൂടെ പോയപ്പോൾ
അതിന് ബാലൻസ് ചെയ്യാൻ വേണ്ടി LDF പരിശ്രമിച്ചുള്ളത് SDP കൂടെ കൂട്ടുക എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വ്യാപകമായി SDP സഹായം CPM-നുണ്ടായിരുന്നു. LDF-ന്റെ സഹായത്തോടുകൂടി ജയിച്ചു വന്നിട്ടുള്ള ധാരാളം SDP-ക്കാരുണ്ട്. ചില സ്ഥലത്ത് പരസ്യമാണ്, ചില സ്ഥലത്ത് രഹസ്യമാണ്. SDP നേതാക്കന്മാർ തന്നെ ഈ പ്രാവശ്യം പരസ്യമായി പറഞ്ഞിട്ടുണ്ട് CPM അവരോട് സഹായം ചോദിച്ചിരുന്നു എന്ന്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സഹായം ആവശ്യപ്പെട്ടിരുന്നു എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ SDP ഒരു ഘടകകക്ഷിയായി CPM കൂടെ കൂട്ടിയാൽ LDF-ന് ഒരു ഘടകകക്ഷിയായി SDP ചേർത്താൽ അതുപോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അപ്പം കേരളത്തിൽ മുസ്ലിം സാമുദായിക രാഷ്ട്രീയത്തെയും മുസ്ലിം തീവ്രവാദ രാഷ്ട്രീയത്തെയും മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രീയ കേരളത്തെ മതപരമായി പങ്കിട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്, CPM നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു, റിഹേഴ്സലായിരുന്നു ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് അപകടകരമായിട്ടുള്ള ധ്രുവീകരണം ഉണ്ടാക്കും, അപകടകരമായിട്ടുള്ള ഫലങ്ങൾ ഉളവാക്കും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സംഘടിത മതവിഭാഗത്തിൻ്റെ വോട്ടിനു വേണ്ടി സാമുദായിക ശക്തികളെയും മതമൗലികവാദ ശക്തികളെയും തീവ്രവാദ ശക്തികളെയും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനത്തിൽ നിന്ന് കോൺഗ്രസും CPM-ഉം വിട്ടുനിൽക്കണം, അതൊരവസാനിപ്പിക്കണം. അല്ലെങ്കിൽ കേരളം ഈ മത സാമുദായിക തീവ്രവാദ സംഘടനകളുടെ നിയന്ത്രണത്തിലാകുമെന്ന അപകടകരമായിട്ടുള്ളൊരു കാര്യം കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ BJP ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കാര്യത്തിൽ CPM കോൺഗ്രസും നിലപാട് പുനഃപരിശോധിക്കണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ചലച്ചിത്രമേളയിൽ ചില ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാതിരുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള പ്രസ്താവന അങ്ങേയറ്റം അപക്വമായിട്ടുള്ളതാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് തുല്യമാണ്. ഇന്നിപ്പോൾ ചലച്ചിത്രമേളയുടെ സംഘാടകർ തന്നെ എന്തുകൊണ്ടാണ് ആ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാതിരുന്നത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ വിഷലിപ്തമായിട്ടുള്ള പ്രസ്താവന നടത്തി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ച മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. ഒരു ഗവൺമെൻറ് എടുക്കുന്ന നയപരമായിട്ടുള്ള തീരുമാനത്തെ, ആ തീരുമാനത്തിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല, അതറിയുന്ന മുഖ്യമന്ത്രിക്കാണ്. അതറിഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു സാമുദായിക കളർ ചേർത്തുകൊണ്ട് ഈ വിഷയത്തെ ജനങ്ങളുടെ മനസ്സിൽ തെറ്റിദ്ധരിപ്പിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ മേളയുടെ സംഘാടകന്മാരായിട്ടുള്ള ആളുകൾ എന്താണ് സംഭവിച്ചത് കൃത്യമായിട്ട് പറഞ്ഞു. അതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ മുഖ്യമന്ത്രിയും ഒരു വിഭാഗം മന്ത്രിമാരുമെല്ലാം നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ പിൻവലിക്കണം. അത്തരം വിവാദപരമായ വിഷലിപ്തമായിട്ടുള്ള പരാമർശം നടത്തിയതിന് മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് ചോദിക്കണമെന്ന് കൂടി BJP ആവശ്യപ്പെടുകയാണ്. കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെങ്കിൽ ഒന്നുകിൽ കോടതി പറയണം, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പറയണം. കാരണം അതല്ലാതെ കേന്ദ്ര ഏജൻസിക്ക് നേരിട്ട് അന്വേഷിക്കാനുള്ള പരിമിതികളുണ്ട്. അങ്ങനെ നേരിട്ട് അന്വേഷിക്കാൻ പറ്റുന്നൊരു ഏജൻസി ED ആണ്. അതുകൊണ്ട് ED സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ബാക്കി ഈ കാര്യത്തിൽ അഴിമതിയുടെ എലിമെൻ്റാണുള്ളത്. അത് അന്വേഷിക്കേണ്ടത് CBI പോലെയുള്ള ഏജൻസികളാണ്. അവർക്ക് അന്വേഷിക്കണമെങ്കിൽ ഒന്നുകിൽ കോടതി പറയണം, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പറയണം. അതുകൊണ്ട് ഞങ്ങൾ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് CBI അന്വേഷണത്തിന് ആവശ്യപ്പെടണമെന്നാണ്. ഞങ്ങൾ കോടതിയിലും ഈ കാര്യം മൂവ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അത് ഞങ്ങൾ പരിശ്രമിക്കും. അടിസ്ഥാനം റിസൾട്ട് പരിശോധിച്ചാൽ മതിയല്ലോ. മലബാറിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി ജയിച്ച വാർഡിൻ്റെ എണ്ണം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. 200-ലേറെ വാർഡുകളിൽ കേരളത്തിൽ UDF ജയിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടിയാണ്. അവർ തന്നെ അത് അവകാശപ്പെടുന്നുണ്ടല്ലോ. ജമാഅത്തെ ഇസ്ലാമി നിർത്തിയ സ്ഥാനാർത്ഥികളാണ്, പിന്തുണ മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി പുട്ടപ്പ് ചെയ്ത കാൻഡിഡേറ്റ്സാണ്. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തേക്ക് ജമാഅത്തെ ഇസ്ലാമി പരസ്യമായിട്ട് കടന്നു വരികയാണ്.
നേരത്തെ CPM ആയിരുന്നു സഹായിച്ചത്. ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തതയോടുകൂടി കോൺഗ്രസ് സഹായിക്കുകയാണ്. അതാണ് കേരളത്തിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം ബോധ്യമായിട്ടുള്ളത്. ഓരോ വാർഡ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. നിർത്തിയ സ്ഥാനാർത്ഥികളും ജയിച്ച സ്ഥാനാർത്ഥികളുടെ വിശദാംശങ്ങൾ, ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുമല്ലോ എല്ലാ കാര്യങ്ങളും. പത്രസമ്മേളനത്തിൽ പറയുന്നല്ലോ ഫീൽഡിലെ യാഥാർത്ഥ്യം. നമ്മളെല്ലാവരും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഫീൽഡിലുള്ളതാണ്. മത്സരിച്ച സ്ഥാനാർത്ഥികളെ നമുക്കറിയാം. ജമാഅത്ത് ഇസ്ലാമി എന്ത് ചെയ്യുന്നു അറിയാം. ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥികളെ അറിയാം. അവർ ജയിച്ചതും നമുക്കറിയാം. ഒരു ജമാഅത്ത് ഇസ്ലാമി പുട്ടപ്പ് ചെയ്യുന്ന സ്ഥാനാർത്ഥികൾ അവർ മത്സരിക്കുന്നു. അവർ UDFൻ്റെ സഹായത്തോടുകൂടി ജയിക്കുന്നു. UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി ജമാഅത്ത് ഇസ്ലാമി പരസ്യമായി രംഗത്തിറങ്ങുന്നു. ഇതാണല്ലോ ബാന്ധവം. ആകെയുള്ള വ്യത്യാസം UDFൻ്റെ ഘടകകക്ഷിയായിട്ട് ജമാഅത്ത് ഇസ്ലാമി മാറിയിട്ടില്ല എന്നേ ഉള്ളൂ. അത് ലീഗിനെ മുൻനിർത്തിക്കൊണ്ടാണ്. അത് വളരെ കൗശലപൂർവ്വമായിട്ടുള്ള ശ്രമമാണ്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ ഇപ്രാവശ്യം ശ്രമിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ളതാണ്. ജമാഅത്ത് ഇസ്ലാമി പിറകിൽ നിൽക്കുകയും മുസ്ലിം ലീഗിനെ മുൻനിർത്തുകയും ഒരു മുസ്ലിം കോർഡിനേഷൻ ഉണ്ടാക്കുകയും അങ്ങനെ കേരളത്തിൽ സാമുദായികമായിട്ടുള്ള സമുദ്രിതാവസ്ഥ നഷ്ടപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോടുകൂടി പുറത്തു വന്നിട്ടുണ്ട്. അതിൽ കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള ആളുകളുടെ ചില പ്രസ്താവനകളാണ് എന്ന് പറയുന്നത്. അങ്ങനെ BJP വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ആരുടെയെങ്കിലും പ്രസ്താവന കൊണ്ട് ഏകീകരണത്തിന് വിധേയമാകുന്നൊരു സമൂഹമാണോ കേരളത്തിൽ മുസ്ലിം സമൂഹമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മുസ്ലിം ഏകീകരണത്തിലുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടായിട്ടുണ്ട്, അത് സത്യമാണ്. ആ ശ്രമത്തിന് പിറകിൽ SDPയും ജമാഅത്തെ ഇസ്ലാമിയുമാണ്. അവരതിന് എന്തെല്ലാം ഉപയോഗിച്ചു നമുക്കറിയില്ല, പലതും ഉപയോഗിച്ചിട്ടുണ്ടാകും. പക്ഷേ കേരളത്തിലെ മുസ്ലിം ഏകീകരണത്തിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമി SDP നടത്തിയിട്ടുള്ള പരിശ്രമത്തെ കോൺഗ്രസും CPM കൂട്ടുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ആരോപണം. അതവർ ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്താ സിഗരറ്റില്ല കേട്ടെന്നാ വെള്ളാപ്പള്ളി നടേശനല്ലല്ലോ BDJസിൻ്റെ പ്രസിഡന്റ്. BDJസിൻ്റെ പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി അല്ലേ? വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി അല്ലേ? ഈ തെരഞ്ഞെടുപ്പിൽ NDAക്ക് വേണ്ടി ഏറ്റവും വലിയ ക്യാമ്പയിൻ നടത്തിയ തുഷാർ വെള്ളാപ്പള്ളിയാണല്ലോ. തിരുവനന്തപുരം മുതൽ എല്ലാ ജില്ലകളിലും യാത്ര ചെയ്തിട്ടുള്ള വ്യക്തിയാണ് തുഷാർ വെള്ളാപ്പള്ളി. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് യാത്ര ചെയ്തതിനേക്കാൾ കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിൽ NDAക്ക് വേണ്ടി ക്യാമ്പയിനിങ് നടത്തിയത് തുഷാർ വെള്ളാപ്പള്ളിയാണ്. പിന്നെന്താ സ്വാരസ്യം? അല്ല, തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുന്നത് വിശദമായി പരിശോധിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞ അസ്വാരസ്യത്തിൻ്റെ കാര്യമാണ്. ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. വെള്ളാപ്പള്ളി നടേശനല്ലല്ലോ സർ BDJസിൻ്റെ പ്രസിഡന്റ്. ഞങ്ങളുടെ NDA യോഗത്തിൽ പങ്കെടുക്കുന്നത് വെള്ളാപ്പള്ളി നടേശനല്ലല്ലോ. NDA യോഗത്തിൽ വരുന്നത് NDAയുടെ കൺവീനർ തുഷാർ വെള്ളാപ്പള്ളിയാണ്. അദ്ദേഹം പറഞ്ഞോ? ഇല്ലല്ലോ, അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. BDJസിൽ എല്ലാ വിഭാഗം ആൾക്കാരുണ്ടല്ലോ. ആ, SNDP യോഗമല്ലല്ലോ BJPയുടെ ഘടകകക്ഷി. SNDP യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ടാവില്ലേ? SNDP യോഗത്തിൽ എല്ലാ അതൊരു സാമുദായിക സംഘടനയല്ലേ? SNDP യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാവും. SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി പറയുന്ന സമയത്ത് എല്ലാ വിഭാഗത്തെയും ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഞങ്ങളുടെ ഘടകകക്ഷി BDJS ആണ്. അതിൻ്റെ പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയാണ്. അദ്ദേഹമാണ് NDAയുടെ കൺവീനർ. NDAക്കകത്ത് എന്തെങ്കിലും വിഷയവും പ്രശ്നമുണ്ടെങ്കിൽ പറയേണ്ടത് ആരാണ്? അതിന് കൺവീനറായിട്ട് തുഷാർ വെള്ളാപ്പള്ളിയാണ്. അദ്ദേഹം പറയാത്തിടത്തോളം കാലം ഞാൻ എങ്ങനെ അതിന് മറുപടി പറയാം? അല്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ ആശങ്കയൊന്നുമില്ല. എല്ലാ സാമുദായിക സംഘടനാ നേതാക്കന്മാർക്കും അവരുടെ അഭിപ്രായം സ്വതന്ത്രമായി പറയാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾ വെള്ളാപ്പള്ളി നടേശനെ കാണുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ സാമുദായിക സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടാണ്.
അദ്ദേഹം പറയുന്ന പ്രസ്താവനകളിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കും. അദ്ദേഹം ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയല്ലല്ലോ SNDP ജനറൽ സെക്രട്ടറി. അല്ല, അതൊക്കെ മുന്നണിക്കകത്ത് സൗഹൃദ മത്സരം ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി എല്ലാവർക്കും ശേഷം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിങ്ങിൻ്റെ ലീഡർഷിപ്പ് ആരായിരുന്നു? ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൻ്റെ ലീഡർഷിപ്പ് NDAയുടെ ചെയർമാനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരും അതിൻ്റെ കൺവീനർ തുഷാർ വെള്ളാപ്പള്ളിയും അവരൊരുമിച്ചാണ് എല്ലാ ജില്ലകളിലും യാത്ര ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ജില്ലകളിൽ പരിപാടി പങ്കെടുത്തത് തുഷാർ വെള്ളാപ്പള്ളിയാണ്. പിന്നെ നിങ്ങൾ ഈ പറയുന്ന അസ്വാരസ്യത്തിന് പ്രസക്തിയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ്. അല്ല, ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഏത് അണികൾക്കാണ് അഭിപ്രായമുള്ളതെന്ന് എനിക്കറിയില്ല. ഞങ്ങളൊരു അണിയാണല്ലോ. അങ്ങനെ അപ്പോൾ BDJS 2 വിഭാഗമുണ്ടോ? അല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം NDAയിൽ അല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം BDJSൽ ഒരു വിഭാഗമേ ഉള്ളൂ. അത് തുഷാർ വെള്ളാപ്പള്ളി പ്രസിഡൻ്റാണ് അതിൻ്റെ. അതിൽ വേറൊരു വിഭാഗമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. അത് നിങ്ങൾ തുഷാർ വെള്ളാപ്പള്ളിയോട് ചോദിക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ 2 വിഭാഗത്തിലില്ല, ഒരു വിഭാഗമേ ഉള്ളൂ. ആ വിഭാഗം തുഷാർ വെള്ളാപ്പള്ളി പ്രസിഡൻ്റായ BDJS ആണ്. അത് NDAയുടെ കൂടെയാണ്. അതൃപ്തി ഉണ്ടെങ്കിൽ ക്യാമ്പയിൻ നടത്തും. ഇല്ലല്ലോ, ഞങ്ങൾ ഒരുമിച്ചല്ലേ മത്സരിച്ചത്. മുഖ്യമന്ത്രിയും തമ്മിലൊരു ഡീലുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഏറ്റവും ഒടുവിൽ നടന്ന ഈ നമ്മുടെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട ചർച്ച. മുഖ്യമന്ത്രി ഗവർണറുടെ ചർച്ചയിൽ അറ്റൻഷനുണ്ടായി. അങ്ങനെ ഒരു ഡീല് എന്തെങ്കിലും ഉണ്ടോ? ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും ഗവർണറും ചർച്ച ചെയ്യുന്ന ഡീലിൻ്റെ അടിസ്ഥാനത്തിലാണോ? അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അവിടുത്തെ ഗവർണറായിട്ട് മുഖ്യമന്ത്രി ചർച്ച നടത്തണ്ടല്ലോ. കർണാടക ഗവർണറായിട്ട് സിദ്ധരാമയ്യ ചർച്ച നടത്തിയാൽ ഡീലാണ്. ഈ KC വേണുഗോപാലൊക്കെ 10 കൊല്ലം പ്രതിപക്ഷത്തിരുന്നപ്പോൾ സ്ഥലജല വിഭ്രാന്തിയാണ്. അതിൻ്റെ കാര്യമാണ്. അധികാരം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അസ്വസ്ഥതയാണ്. പറയുന്നൊരു സാമാന്യ യുക്തിയും ബോധവുമുണ്ടേ. ഡീൽ ആര് തമ്മിലാണ്? ഡീല് കേരളത്തിൽ CPM കോൺഗ്രസ് തമ്മിലാണ് ഞങ്ങളെ തോൽപ്പിക്കാൻ. എത്ര സ്ഥലത്താണ് ഇവർ കൂടിച്ചേർന്ന് ഞങ്ങളെ തോൽപ്പിച്ചിട്ടുള്ളത്? കേരളത്തിലെ ഏതാണ്ട് 3000-ലേറെ വാർഡുകളിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഡാറ്റ തരാം. 3000-ലേറെ വാർഡുകളിൽ കേരളത്തിൽ BJPയെ തോൽപ്പിക്കാൻ, NDA തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് CPMനും CPM കോൺഗ്രസിന് വോട്ട് മറിച്ചു കൊടുത്തിട്ടുണ്ട്. 2 പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഒരു നാണവുമില്ലാതെ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി വോട്ട് മറിച്ചു കൊടുത്തവരാണ്. അവർ തമ്മിലാണ് ഡീല്. ഈ ആലപ്പുഴ ജില്ലയിൽ ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി എത്ര സ്ഥലത്ത് CPM കോൺഗ്രസിനെ സഹായിച്ചിട്ടുണ്ട്, കോൺഗ്രസ് CPMനെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അന്വേഷിച്ചാൽ അറിയാമല്ലോ. എന്നിട്ട് പരസ്യമായിട്ട് BJPയെ തോൽപ്പിക്കാൻ ഡീലുണ്ടാക്കിയിട്ട് പുറത്തു വന്ന് പറയുകയാണ്. അപ്പോൾ KC വേണുഗോപാൽ സ്വന്തം ആലപ്പുഴ ജില്ലയിലെ കാര്യം മാത്രം നോക്കിയാൽ മതി, ആര് തമ്മിലെ ഡീലെന്ന് മനസ്സിലാവും. അത് ഗവർണറല്ലേ ചോദിക്കേണ്ടത്. എനിക്ക് യോഗ്യത അറിയില്ല. യോഗ്യത പിന്നീട് വരുന്നതും ചർച്ചയ്ക്ക് ശേഷം നിയമിക്കുന്നതും ഒരു ഡീലിന്റെ ഭാഗമാണ്. അത് 4 കാര്യങ്ങൾ എടുത്തു പറഞ്ഞാണ് KC വേണുഗോപാലെന്ന് അത് പറഞ്ഞത്. ഒന്നാമത്തെ വിഷയം ദേശീയപാതയുമായി ബന്ധപ്പെട്ട്, രണ്ടാമത്തെ കാര്യം ലേബർ കോഡുമായി ബന്ധപ്പെട്ട്, മൂന്നാമത്തെ കാര്യം PM ശ്രീയുമായി ബന്ധപ്പെട്ട്, നാലാമത്തെ കാര്യം ഏറ്റവും ഒടുവില് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ PSC നടപ്പിലാക്കിയത് ഡീലിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ KC വേണുഗോപാൽ വിചാരിക്കുന്നത് ഈ രാജ്യത്തിൽ ജനങ്ങളുടെ പൊട്ടന്മാരാണെന്ന്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ PMC നടപ്പിലാക്കിയിട്ടുണ്ട്. അത് ഡീലാണോ? വേണുഗോപാൽ പറയട്ടെ. ലേബർ കോഡിനെ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ അനുകൂലിച്ചിരിക്കുന്നുണ്ടല്ലോ, ഡീലാണോ? അപ്പോൾ ഇതൊക്കെ ആളുകളെ ഡീൽ എന്നുള്ളത് കോൺഗ്രസും CPM തമ്മിൽ, ഞാൻ പറഞ്ഞല്ലോ, അവർ ഒരു മുന്നണിയുടെ ഭാഗമാണ്. അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർ ഇന്ത്യ മുന്നണിയിൽ ചർച്ച ചെയ്യട്ടെ. KC വേണുഗോപാലും MA ബേബിയും മാസത്തിൽ ഒരു പ്രാവശ്യം ഒരുമിച്ചിരിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ അവിടെ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കിയാൽ പോരെ. അത് അവിടെ പരിഹരിക്കാത്ത ഒരു മുന്നണിയുടെ ഭാഗമാണ്, അവരെ പരിഹരിച്ചോട്ടെ. ഞങ്ങൾക്ക് ഗവർണർ എടുക്കുന്ന തീരുമാനങ്ങൾ BJPക്ക് റോളൊന്നുമില്ല. ഗവർണറും മുഖ്യമന്ത്രിയും ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവന്മാരാണ്.
അവർ നല്ല രീതിയിലുള്ള അഭിപ്രായ സമന്വയത്തോടു കൂടി പോകണമെന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. അതാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്. ജനവിധി അട്ടിമറിക്കാൻ വേണ്ടി കോൺഗ്രസും CPM ഒരുമിക്കുകയാണ്. പ്രാദേശിക ഭരണസമിതികൾ സാധാരണ ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടിയിട്ടുള്ള പാർട്ടിയും മുന്നണിയും ഭരിക്കുക എന്നുള്ളതാണ് സാമാന്യമായിട്ടുള്ള രീതി. അതിൽ നമ്മുടെ സാധാരണ നിലക്ക് നമ്മുടെ നിയമസഭയിലോ ലോകസഭയിലോ ചെയ്യുന്നത് പോലെ ഭൂരിപക്ഷം തെളിയിക്കേണ്ട ആവശ്യമൊന്നും പ്രാദേശിക ഭരണസമിതിയിൽ പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം അനുസരിച്ചില്ല. ആ നിയമത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയിട്ടുള്ള, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും ചെയർമാനും മേയറൊക്കെ ആവും. അത് ഏറ്റവും സീറ്റ് BJPക്ക് കിട്ടുമ്പോൾ അതിനെ അട്ടിമറിക്കാൻ വേണ്ടി CPM കോൺഗ്രസും ഒരുമിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് ജനവിധി അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. അതാണിപ്പോൾ കേരളത്തിലുള്ളത്. BJP ഒരു കാരണവശാലും വാർഡിൽ ഞങ്ങളെ തോൽപ്പിക്കാൻ നോക്കി, അത് അതിജീവിച്ച് ഞങ്ങൾ ജയിച്ചു വന്നു. ഇപ്പം മേലെ എത്തിയപ്പോൾ അവിടെയും തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് നടക്കട്ടെ. ആലപ്പുഴയിലും 26-ാം തീയതി അല്ലേ ഇലക്ഷൻ ഉള്ളൂ, അതിന് മുമ്പേ പ്രഖ്യാപിക്കും. പിന്നെ മേയർ സ്ഥാനേറ്റുമ്പോൾ അത് വരും, പ്രധാനമന്ത്രി വരും. കാരണം പ്രധാനമന്ത്രിക്ക് തിരുവനന്തപുരത്തെക്കുറിച്ച് നല്ല താല്പര്യമുണ്ടല്ലോ, അത് വരുമല്ലോ. ഞങ്ങൾക്ക് 2025 അപേക്ഷിച്ച് നല്ല വർധനവുണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് വർദ്ധിച്ചിട്ടുണ്ട്, സീറ്റുകൾ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ചെറിയ വോട്ടുകൾക്ക് തോറ്റിട്ടുള്ള ഒരു 50 വോട്ടിന് താഴെ തോറ്റുള്ള ധാരാളം വാർഡുകളുണ്ട്. CPM കോൺഗ്രസും ഒരുമിച്ച് ഞങ്ങളെ തോൽപ്പിച്ചിട്ടുള്ള വാർഡുകളുണ്ട്. അപ്പം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഒന്ന്, കേരളത്തിൽ ഭാവിയിൽ രൂപം കൊള്ളാൻ വേണ്ടി പോകുന്നൊരു സഖ്യമാണ് ഇന്ത്യ സഖ്യം. ഇപ്പോൾ അതിന് ആശയപരമായിട്ടുള്ള യോജിപ്പേ ഉള്ളൂ, അവിടെയും ഇവിടെയും ഒക്കെയാണ് ഉള്ളത്. പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ കേരളത്തിൽ ഇന്ത്യ സഖ്യം പരസ്യമായിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ മത്സരിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല ദൂരക്കാഴ്ചയുണ്ട്. അങ്ങനെ ഭാവിയിൽ രൂപപ്പെടാൻ വേണ്ടി പോകുന്ന ഇന്ത്യ സഖ്യത്തെയും മറികടക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്ന് ഈ പ്രാവശ്യം ഒരുപാട് വാർഡുകൾ ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഒരുപാട് വാർഡുകളിൽ CPM കോൺഗ്രസും ഒരുമിച്ച് നിന്നിട്ടും ഞങ്ങൾ അവരെ ഓവർകം ചെയ്ത് ജയിച്ചിട്ടുണ്ട്. അതൊരു കോൺഫിഡൻസാണ് ഞങ്ങൾക്ക്. ആ കോൺഫിഡൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇനിയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങൾ നടത്താൻ വേണ്ടി പോകുന്നത്. ഇല്ല, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേണും പ്രാദേശിക തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേണും രണ്ടല്ലേ. പ്രാദേശിക തെരഞ്ഞെടുപ്പിനെ കഴിഞ്ഞ പ്രാദേശിക തെരഞ്ഞെടുപ്പുമായിട്ടാണ് നമ്മൾ താരതമ്യം ചെയ്യേണ്ടത്. അതെപ്പോഴും അങ്ങനെയാണ്. നിയമസഭയെ നിയമസഭയുമായിട്ടും പാർലമെൻറ്റിനെ പാർലമെൻറ്റുമായിട്ടും പ്രാദേശിക തെരഞ്ഞെടുപ്പിനെ പ്രാദേശിക തെരഞ്ഞെടുപ്പുമായിട്ടാണ് താരതമ്യം ചെയ്യേണ്ടത്. പ്രതീക്ഷിച്ച മുന്നേറ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറേ കൂടി ജയിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് കാര്യമില്ലല്ലോ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഞങ്ങൾ വളരെ ബഹുദൂരം മുമ്പോട്ട് പോയി. ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ കേരളത്തിൽ എല്ലായിടത്തും BJPയുടെ പ്രസൻസ് ഈ പ്രാവശ്യമുണ്ടായി. നിരവധി മുനിസിപ്പാലിറ്റികൾ, കേരളത്തിലെ 10-14ഓളം മുനിസിപ്പാലിറ്റികളിൽ BJP ഡിസൈഡിങ് ഫാക്ടറാണ്. ഞങ്ങളില്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. തീർച്ചയായിട്ടും കേരളത്തിൽ BJP ഒഴിവാക്കിക്കൊണ്ട് NDA ഒഴിവാക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയം ഇനി കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചന. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, SITയുടെ അന്വേഷണം മരവിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ കോടതി ചൂണ്ടിക്കാണിച്ച രണ്ട് കാര്യം നിങ്ങൾ പറഞ്ഞതുപോലെ, ഒന്ന്, ബോർഡ് മെമ്പർമാരെ ആരെയും ചോദ്യം ചെയ്തിട്ടില്ല. ശങ്കർദാസിനെ ചോദ്യം ചെയ്തിട്ടില്ല, വിജയകുമാറിനെ ചോദ്യം ചെയ്തിട്ടില്ല. അതിന്ന് കോടതി എടുത്തു ചോദ്യം, ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ കേസന്വേഷണത്തിൻ്റെ ബാക്കി വിശദാംശ ഗൂഢാലോചനയിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് SIT, ഞാൻ പറഞ്ഞില്ല, ഒരു ഘട്ടത്തിൽ SIT വളരെ സജീവം മുമ്പോട്ട് പോയി. പക്ഷെ പത്മകുമാർ എത്തിയപ്പോൾ അതിശക്തമായ ഇടപെടലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആഭ്യന്തര വകുപ്പ് ഉണ്ടായിട്ടുള്ളത്. ആ ഇടപെടലോടുകൂടി അവസാനിച്ചത്. ഇനി ഈ അന്വേഷണം എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് യാതൊരു വിശ്വാസമില്ല. അതുകൊണ്ട് കേന്ദ്ര ഏജൻസി വേണമെന്നുള്ള ഞങ്ങളുടെ നിലപാട് ഒന്നുകൂടി സാധൂകരിക്കപ്പെടുകയാണ്. ഇന്നത്തെ കോടതിയുടെ പരാമർശത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിയമപരമായിട്ടുള്ള പരിഹാരം എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് ഞങ്ങൾ അന്വേഷിക്കും. ആഗ്രഹിക്കണ്ടേ, പിന്നെ എല്ലാ BJP നേതാക്കന്മാരും ആഗ്രഹിക്കണ്ടേ. പിന്നെ നിയമസഭയിൽ പിന്നെ BJP നേതാക്കന്മാർ ആഗ്രഹിക്കാതെ എങ്ങനെ മത്സരിക്കുക?
ഞാനോ? എൻ്റെ ആഗ്രഹം ഞാൻ ഇവിടെ നിങ്ങളോട് പറയുന്നില്ല, ഞാൻ പറയേണ്ട സ്ഥലത്ത് പറഞ്ഞ പറയാം. ഇപ്പോഴും അറിയാം. അല്ല സുഹൃത്തെ, ഞാൻ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി LDF ഭരിച്ചുകൊണ്ടിരുന്ന മുനിസിപ്പാലിറ്റിയാണ്. അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന സമയത്ത് വെളിയിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് വോട്ട് ചേർക്കുന്ന സമയത്ത് ഇവർ കണ്ടില്ലേ? ഇവർ ആ സമയത്ത് എന്ത് ചെയ്യായിരുന്നു? ആ സമയത്ത് പരാതി കൊടുത്താൽ അതിന് ഡിലീറ്റ് ചെയ്യായിരുന്നു. വെറുതെ ആൾക്കാർക്ക് ബോധ്യപ്പെടാത്ത കാര്യങ്ങൾ പറയുകയാണ്. പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥലത്തും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പിന്നെ ആരെ വെളിയിൽ നിന്ന് കൊണ്ടുവരാനാണ്? വെളിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർ ഡിലീറ്റ് ചെയ്യിക്കണമായിരുന്നു. ഞങ്ങളായിരുന്നു വെളിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല. വെളിയിൽ നിന്ന് ഇവിടെ വെളിയിൽ നിന്ന് കൊണ്ടുവന്നു? പിന്നെ വോട്ട് ചേർക്കില്ലേ? വോട്ട് ചേർക്കണ്ടേ? വോട്ട് ചേർക്കൽ, വോട്ട് ചോരി. ഈ വോട്ട് ചോരി എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് മനസ്സിലാകത്തുള്ളൂ. എന്തായി വോട്ട് ചോരി? അത് രാഹുൽ ഗാന്ധിയെ ഉത്തരം പറഞ്ഞിട്ടില്ല. എന്താണ് വോട്ട് ചോരി? വോട്ട് ചേർക്കലാണോ വോട്ട് ചോരി? ആളുകൾ വോട്ട് ചെയ്യലാണോ വോട്ട് ചോരി? എന്താണ് വോട്ട് ചോരി? വെട്ടിമാറ്റൽ പ്രൂഫില്ലാത്ത വെട്ടിമാറ്റും. നിങ്ങൾക്ക് വോട്ട് പിന്നെ ഡിലീഷൻ എന്നുള്ള ഓപ്ഷൻ തന്നെയാണ് വോട്ടർ പട്ടികയിൽ. എന്തിനാണ് ഡിലീഷൻ? നിങ്ങൾ ഒരാളെ വോട്ട് ചെയ്താൽ ആ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മതിയായ പ്രൂഫ് ഹാജരാക്കുന്നില്ലെങ്കിൽ ഡിലീഷൻ നമ്മൾ കൊടുക്കും, ഡിലീറ്റ് ചെയ്യും. ഞങ്ങൾ എത്ര വോട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്? കോൺഗ്രസ് ഡിലീറ്റ് ചെയ്യും, CPM ഡിലീറ്റ് ചെയ്യും. അവരെ വോട്ട് ഡിലീറ്റ് ചെയ്യലാണ് ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ വോട്ട് ഡിലീറ്റ് ചെയ്യലാണ് അവരെ ജോലി. ഞങ്ങൾ ജോലി വൃത്തിയായി ചെയ്യും. കോൺഗ്രസ് ആ ജോലി CPM ചെയ്യാത്തതിന് ഞങ്ങളെ കുറ്റപ്പെടുത്തേണ്ട കാര്യം? അതിന് BJP കുറ്റപ്പെടുത്തുകയാണോ? അല്ല, തൃശ്ശൂരിൽ കഴിഞ്ഞ പ്രാദേശിക തെരഞ്ഞെടുപ്പിനേക്കാൾ BJP മുമ്പോട്ട് പോയിട്ടുണ്ട്. അത് കോർപ്പറേഷനിൽ മുമ്പോട്ട് പോയിട്ടുണ്ട്. ഞങ്ങളവിടെ 8 സീറ്റുകൾ ജയിക്കുകയും 8 സീറ്റിൽ ചെറിയ വോട്ടിനാണ് ഞങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ തൃശ്ശൂർ കോർപ്പറേഷന് പുറത്ത് പഞ്ചായത്തുകളിൽ CPM കോൺഗ്രസും ഒരുമിച്ച് നിന്നിട്ടാണ് ഞങ്ങൾക്ക് 4 പഞ്ചായത്തിൻ്റെ ഭരണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത്. ചെറിയ വ്യത്യാസം, 1 സീറ്റിനൊക്കെ വ്യത്യാസം. ചില സ്ഥലത്ത് ടാലിയാണ്. അത് CPM കോൺഗ്രസും ഒരുമിച്ച് നിന്നിട്ടാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ശ്രമം നടന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ള ഒരു ഹൈപ്പ് ഈ പ്രാവശ്യം എന്തായാലും കിട്ടില്ലല്ലോ, അതെല്ലാവർക്കും അറിയാം. ഞങ്ങളും പ്രതീക്ഷിച്ചിട്ടില്ല. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനൊരു പാറ്റേൺ അല്ല നിയമസഭാ പ്രാദേശിക തെരഞ്ഞെടുപ്പിലുണ്ടാകുന്നത്. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ ഞങ്ങൾ പരിശ്രമിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പാകുന്ന സമയത്ത് ഞങ്ങൾ ശ്രമിക്കും. അപ്പോൾ അത്തരം വ്യക്തിപ്രഭാവം, സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം, ഒപ്പം തന്നെ ഈ താഴെത്തട്ടിൽ നടത്തിയ പ്രചരണം അത് വിജയിച്ചില്ല എന്നുള്ളതാണ് തൃശ്ശൂരിൽ ഉണ്ടായ ഒരു വളർച്ച പ്രതീക്ഷ. സുരേഷ് ഗോപി അല്ലല്ലോ മത്സരിച്ചത്. അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം ഉണ്ടാവും. അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം അദ്ദേഹം മത്സരിക്കുമ്പോഴല്ലേ ഉണ്ടാവുക. അല്ല, അത് നിങ്ങൾ കൊടുക്കുന്ന ഒരു നെറേറ്റീവാണ്. ഈ സുരേഷ് ഗോപി എന്ത് ചെയ്താലും അതിലൊരു ദുഷ്ടലാക്ക് കാണലാണല്ലോ കേരളത്തിൽ താല്പര്യം. സുരേഷ് ഗോപിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹം എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അതിൽ ദുഷ്ടലാക്ക് കണ്ട് അതിനെങ്ങനെ വക്രീകരിക്കാം എന്നുള്ളതാണ് ശ്രമിക്കുന്നത്. അതിപ്പോൾ കുറേ നാളെ നമ്മൾ കാണുകയാണ്. ഇപ്പോൾ അത് കേട്ട് കേട്ട് കേരളത്തിലെ ആളുകൾക്ക് ഇത് പരിചിതമായി. സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ ജനങ്ങൾ സുരേഷ് ഗോപിയുടെ കൂടെയാണ് ഇപ്പോഴും. അതടുത്ത പ്രാവശ്യം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വേറെ, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വേറെ, രണ്ടും രണ്ടാണ്. ഓക്കെ, സന്തോഷം.